ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ഇന്ന് ഒരുപാട് പേര് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തു നോക്കുന്നുണ്ട്, അവർക്ക് ഫലം കിട്ടുന്നുമുണ്ട്. ഇന്ന് മീഡിയാസിൽ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഒത്തിരി വീഡിയോസുകളുണ്ട്, പലരും കയറി കാണാറുണ്ട്. പക്ഷെ പലരും അതിൻ്റെ സത്യം എന്താണെന്ന് അറിയാതെയാണ് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറഞ്ഞു തരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നും അത് എങ്ങനെയാണ് വർക്കൗട്ട് ആക്കേണ്ടതെന്നും ഏത് സമയത്താണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആകുന്നത് എന്നുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നു എന്ന് കരുതി അതിനെ വിഷ്വലൈസ് ചെയ്ത് അത് നടന്നതായി സങ്കല്പത്തിലൂടെ കടന്നു പോയിക്കൊണ്ട് ആ സംഭവത്തെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കുന്ന രീതിയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നമുക്ക് പറയാം. ശരിക്കും ലോ ഓഫ് അട്രാക്ഷനിലേക്ക് കടക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ചില ആളുകളുടെ തെറ്റായ ധാരണ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും ആകർഷിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ അത് തെറ്റായൊരു ധാരണയാണ്. കാരണം അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾക്ക് ആകർഷിച്ചെടുക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതും പോസിബിൾ ആകാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ മാത്രമാണ് അട്രാക്റ്റ് ചെയ്യാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കാര്യം നിങ്ങൾക്ക് പോസിബിൾ ആകാൻ സാധ്യതയുള്ളതാണോ? നിങ്ങൾക്ക് അത് അട്രാക്ഷനിലൂടെ ലഭിക്കാൻ പറ്റുമോ? അമാനുഷികമായിട്ടുള്ള കാര്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതും അമാനുഷികമല്ലാത്തതുമായ കാര്യങ്ങളാണ് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നേടിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്കൊരു ജോബ് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ജോബില്ലാത്ത അവസ്ഥയാണ്, നിങ്ങളൊരു അൺഎംപ്ലോയ്മെൻറ്റ് പേഴ്സണാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏത് ജോബാണ് എൻ്റെ സർട്ടിഫിക്കറ്റിന് അനുസൃതമായത് എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കോഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന് അനുസൃതമായ ജോബ് ഏതാണ് എന്ന് അത് ചിന്തിച്ചെടുത്തിട്ട് ആ ജോബിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആദ്യമായി നിങ്ങൾ ആ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് വിഷ്വലൈസേഷൻ ചെയ്യുക. അതിനുശേഷം ആ ജോബിൽ നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ലെറ്റർ വരുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നല്ലവണ്ണം ടെസ്റ്റ് എഴുതുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ടെസ്റ്റ് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് ജോബ് അപ്പോൾ നല്ല രീതിയിൽ മാർക്ക് വാങ്ങുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അതിനുശേഷം അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുന്നതും ജോയിൻ ചെയ്യുന്നതും കുറച്ച് ദിവസങ്ങൾ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതും ആ ഓഫീസിനെ നിങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന രീതിയും നിങ്ങൾ മനസ്സിലേക്ക് വിഷ്വലൈസ് ചെയ്ത് അട്രാക്റ്റീവ് ചെയ്ത് എടുക്കേണ്ടതാണ്. അങ്ങനെ കുറേ അധികം ദിവസം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെടുകയും തീർച്ചയായിട്ടും ആ ജോബ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഏത് വസ്തുവിനേലും അത് മെറ്റീരിയൽ ആകാം, മെൻ്റലി ആകാം, എന്ത് വേണമെങ്കിലാകാം. അതായത് ആദ്യം നിങ്ങൾ അതിന് പ്രയത്നിക്കുകയാണ് വേണ്ടത്. നല്ലവണ്ണം പ്രയത്നിക്കണം. പ്രയത്നിക്കാതെ വെറുതെ ഇരുന്നാൽ നിങ്ങളുടെ കയ്യിൽ ആരും ജോബ് കൊണ്ടുവന്ന് തരില്ല. നിങ്ങൾ എത്ര ആഗ്രഹിച്ച വസ്തുക്കളെയും നിങ്ങൾക്ക് കിട്ടില്ല. പ്രയത്നിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. പ്രയത്നം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, പ്രയത്നിക്കുക. ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായ സർട്ടിഫിക്കറ്റിന് അനുസൃതമായിട്ടുള്ള പഠിത്തം നിങ്ങൾ നേടിയെടുക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ, അവിടെ ചെന്ന് ജോബ് അന്വേഷിക്കുക, എല്ലാത്തിനും പ്രയത്നം വേണം നിങ്ങൾക്ക്. അപ്പോൾ പ്രയത്നമാണ് ഒന്നാമത്തേത്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രയത്നമാണ്. രണ്ടാമത്തേത് അതിനുവേണ്ടി വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്, മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് അത് അട്രാക്ഷനിലൂടെ നേടിയെടുക്കുക. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന കാര്യം അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മളുടെ പ്രയത്നങ്ങൾ, നമ്മളുടെ കഷ്ടപ്പാട്, നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന ആ പ്രയത്നത്തിൻ്റെ സമയങ്ങൾ ഒരുപാട് കടന്ന് ചെന്ന് അവസാനം നമ്മൾക്ക് അതിന് ഒരു അവസരം വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പ്രയത്നങ്ങളും അതിൽ വരുന്ന പോസിബിലിറ്റീസ്, സാധ്യതകൾ, അവസരങ്ങൾ എല്ലാം കൂടി ഒന്നു ചേരുന്ന സമയത്ത് നമുക്ക് ആ ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആവും. അതായത് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രയത്നിച്ച് കഴിയുമ്പോൾ പ്രയത്നം നിങ്ങളുടെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അവസരം വരും, അതിനുള്ള പോസിബിലിറ്റീസ് തെളിഞ്ഞു വരും. ഈ അവസരവും പ്രയത്നവും എല്ലാം കൂടി ഒന്നു ചേരുന്ന ആ ഷോർട്ട് പോയിന്റ്, ടച്ച് ചെയ്യുന്ന ആ പോയിന്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ
അട്രാക്ഷൻ വർക്കൗട്ട് ആവും, നിങ്ങൾക്ക് ജോബ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പല സത്യങ്ങളും അറിയാത്ത ആളുകളുണ്ട്. വെറുതെ ഒരു റൂമിൽ അടച്ചിരുന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിക്കോ ഇരിക്കുന്ന വഴിക്കോ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴോ ഒക്കെ വിഷ്വലൈസ് ചെയ്താൽ മതി. ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അമാനുഷികമായ കാര്യങ്ങൾ, നമ്മളിലേക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്താൽ നമ്മൾക്ക് എങ്ങനെ ലഭിക്കും? അതൊരിക്കലും ലഭിക്കില്ല. അത് യൂണിവേഴ്സിൻ്റെ സത്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. പ്രയത്നത്തോടൊപ്പം വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ കറക്റ്റ് റൂള് ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഇടണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കുറവാണ്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.